കൂട്ടുകാർക്ക് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണേ. കണ്ടാൽ നിങ്ങൾക്ക് വൈറ്റ് ഫോറസ്റ്റ് പോലൊക്കെ തോന്നുന്നില്ലേ? പക്ഷേ ഇത് വൈറ്റ് ഫോറസ്റ്റ് അല്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേ നന്നായിട്ട് രണ്ട് സൈഡിലൊക്കെ എണ്ണ തേച്ച്, ഇനി നമുക്കതിലേക്കൊരു ഇത്തിരി നമ്മുടെ മൈദാപ്പൊടി തൂവി കൊടുക്കണം. ആ മൈദാപ്പൊടി തൂവിയത് സൈഡിലൊക്കെ ആക്കിയിട്ട് ഞങ്ങളുടെ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് 1 ഗ്ലാസ് മൈദ, അതേ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പഞ്ചസാര. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മൈദ, പിന്നെ ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2, 3, 4 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാം. എന്നിട്ട് ഞാനൊരു 2 മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്കൊരു 4 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു 1/4 ഭാഗം പഞ്ചസാരയും കൂടെ ഇടാം. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാര അല്ല കേട്ടോ, വലിയ മെനക്കേടില്ലാത്ത കേക്കാണേ. അപ്പോൾ ആ പഞ്ചസാര ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടി, അത് ഈ പറയുന്ന പോലെ ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട്, ഓരോ പ്രാവശ്യവും ഇട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട്, കണ്ടോ, അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയെടുത്ത് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ടൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇത്തിരി കട്ടി തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചെടുത്തു. കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒരു പരുവാക്കി. ഇനി ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കടായിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടായിയാണേ. നമുക്കിത് അടച്ചു വെക്കാം. ഒരു 25 മുതൽ 30 വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി, തണുത്തു. ഇനി ഞാനിത് ഇളക്കിയെടുക്കാൻ നോക്കുകയാണേ. കത്തി വെച്ച് അതിൻ്റെ സൈഡ് നമുക്കൊന്ന് വിടിയിച്ചെടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് വീണ്. കണ്ടോ, അധികം ബേക്കായിട്ടൊന്നുമില്ല. കണ്ടോ, ഒരു 25 മിനിറ്റ് ഇരുന്നുള്ളൂ. ലോ ഫ്ലെയിമിലായിരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. പിന്നെ എൻ്റെ ബേക്കിംഗ് ട്രേ ഇത്തിരി പരന്നതായതുകൊണ്ട് കേക്ക് ഇങ്ങനെ പരന്ന് വന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത്തിരി പൊക്കത്തിലിരുന്നതിനെയും കുടുവനായിരുന്നെങ്കിൽ ഇത് പരന്നതാണ്. അപ്പോൾ അതിനെ ഞാൻ 2ആയിട്ടേ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം അതിന് പൊക്കം കുറവല്ലേ. അപ്പോൾ അതിനെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ പഞ്ചസാര ലായനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഷുഗർ സിറപ്പ്. അത് എന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം, അത്രയും വെക്കാവും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ചെടുത്തതാണേ. അത് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ജ്യൂസി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടിരിക്കത്തില്ലേ. ഇനി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം, ഈ വിപ്പിംഗ് ക്രീം ഞാൻ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ. അതും കൂടെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അടുത്ത ലെയർ കേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കിയ എൻ്റെ സ്വന്തം വിപ്പിംഗ് ക്രീം കണ്ടോ, എന്നാലാവുന്ന രീതിയിൽ ഞാൻ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. തേക്കാൻ ഞാനൊരു ATM കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാർഡ് വെച്ച്, എൻ്റെ കയ്യിൽ വേറെ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ആ ക്രീം ആ കാർഡ് വെച്ച് കേക്കിൽ തേച്ച് പിടിപ്പിച്ചു. ഇനി കണ്ടോ, ഞാൻ വൈറ്റ് ഫോറസ്റ്റ് എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി ആ കേക്കിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ആ പൊടിയും കൂടെ ഞാൻ അതിലേക്കൊന്ന് തൂവി കൊടുത്തു. കണ്ടോ നമ്മുടെ അടിപൊളി ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ടേ. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ നമ്മുടെ പൈപ്പിംഗ് ബാഗിനൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റുന്ന റീയൂസബിൾ ആയിട്ടുള്ള 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു റബ്ബർ പോലുള്ള ഒരു മെറ്റീരിയലാണ്.
അപ്പോൾ ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ചു. ഇവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇത്തിരി റെഡ് കളർ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ അതിലോട്ട് വെച്ചൊന്ന് അലങ്കരിച്ചപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ലുക്കൊക്കെ വന്നില്ലേ. പക്ഷേ നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് നല്ല അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ ബൈ.